ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പോയവും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പോയം പഠിക്കാം. ഈ പോയം എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കിൻസൺ ആണ്. എമിലി ഡിക്കിൻസൺ ഒരു പ്രശസ്തയായ അമേരിക്കൻ പോയറ്റാണ്. എമിലി ഡിക്കിൻസൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമായ അല്ലെങ്കിൽ ഏകാന്തത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എമിലി ഡിക്കിൻസൺ ഉണ്ടായിരുന്നത്. എമിലി ഡിക്കിൻസൺ ഏകദേശം 1800 പോയംസോളം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നതെങ്കിലും പോയംസ് എല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നത് അവരുടെ മരണശേഷമാണ്. അവരുടെ പോയത്തിലൂടെ നേച്ചറിനെ പറ്റി, ലവിനെ പറ്റി, ഡെത്തിനെ പറ്റി, ബിലീഫിനെ പറ്റി, അതുപോലെ ഹ്യൂമൻ ഇമോഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ എഴുതുന്നത്. അവരുടെ പോയത്തിന് ടൈറ്റിലുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരാളൊരു പോയം എഴുതുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ആ പോയത്തിലൂടെ മനസ്സിലാവും. എന്നാൽ എമിലി ഡിക്കിൻസിൻ്റെ ലൈഫ് വളരെ മിസ്റ്റീരിയസ് ആയിരുന്നു. വളരെ ഏകാന്ത ജീവിതം നയിച്ചതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോബ്ലങ്ങളാണ് അവർ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ പോയംസൊക്കെ എഴുതിയത്, ഈവൻ ടൈറ്റിൽ കൂടി ഇല്ലാതെ എന്തിനിങ്ങനത്തെ പോയംസൊക്കെ എഴുതി എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ പോയത്തിലേക്ക് കടക്കാം. വളരെ ചെറിയൊരു പോയമാണ്, എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയം കൂടിയാണ്. ഹോപ്പ് ഇസ് എ തിങ് വിത്ത് ഫെദേഴ്സ് ദറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശയാണ്. പ്രത്യാശ പോയറ്റ് തൂവലുകളുള്ളൊരു പക്ഷിയാണ് എന്ന് പറയുന്നു. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. പെർച്ചസ് എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ആ പക്ഷി നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ആത്മാവിലോ തങ്ങി നിൽക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പ്രതീക്ഷ സ്ഥിരമായി താമസിക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. നമുക്ക് പ്രയാസമേറിയ സമയങ്ങളിൽ ആ പ്രതീക്ഷ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. പോയറ്റ് പറയുകയാണ്, ആ പക്ഷി വാക്കുകളില്ലാതെ ഒരു വളരെ മനോഹരമായ ട്യൂൺ എന്ന് പറയുന്നത് ഇവിടെ സോങ് ആണ്. മനോഹരമായൊരു സോങ് ഇവിടെ പാടുകയാണ്. അതായത് പ്രതീക്ഷ ഒന്നും പറയാതെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾക്ക് ധൈര്യം തരുന്നു. ഇതാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അതുമാത്രമല്ല, ആ ഗാനം ഒരിക്കലും നിൽക്കുന്ന ഒന്നല്ല. പ്രതീക്ഷ എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഇസ് ഹേർഡ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റെന്നാണ്. കൊടുങ്കാറ്റിൻ്റെ സമയത്ത് പോലും ആ മധുരമായ ഗാനം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ആ പക്ഷി കൊടുങ്കാറ്റിൻ്റെ സമയത്ത് പോലും പാടിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ കൊടുങ്കാറ്റ് എന്നതുകൊണ്ട് കഷ്ടതകളെയാണ് സൂചിപ്പിക്കുന്നത്. കഷ്ടതകളുടെ കാലത്ത് പോലും പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബേഷ് ദ ലിറ്റിൽ ബേർഡ്. ആ ഒരു പക്ഷിയെ നിശബ്ദനാക്കാനായിട്ട് ശരിക്കും അതീവമായ അല്ലെങ്കിൽ അതികഠിനമായ കൊടുങ്കാറ്റ് വേണം. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ പ്രതീക്ഷ ഇല്ലാതാവുകയുള്ളൂ. വളരെ വലിയ പ്രതിസന്ധി വരുമ്പോൾ മാത്രമേ ആ ഒരു ചെറിയ പക്ഷിയെ ഭയപ്പെടുത്തി നിർത്തുവാനായിട്ട് സാധിക്കൂ. അതായത് പ്രതീക്ഷയെ അകറ്റുവാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. അബാഷ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക എന്നും സോർ എന്ന് പറഞ്ഞാൽ അതികഠിനമായത് എന്നുള്ള മീനിങ്ങുമാണ്. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. അനേകായിരം ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ശരിക്കും ഈ ഒരു പക്ഷിയുടെ പാട്ട്. പക്ഷിയുടെ പാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതീക്ഷയാണ്. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലിയസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. പോയിട്ട് പറയുകയാണ്, തണുപ്പേറിയ സ്ഥലങ്ങൾ പോലും, ചില്ലിയസ്റ്റ് ലാൻഡ് മീൻസ് തണുപ്പേറിയ സ്ഥലങ്ങൾ, തണുപ്പേറിയ സ്ഥലങ്ങളിൽ പോലും ഞാൻ ആ പക്ഷിയുടെ ഗാനം കേട്ടിട്ടുണ്ട്. ഏകദേശം വളരെ അപരിചിതമായ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള സീയിൽ പോലും ഞാൻ ആ പക്ഷിയുടെ ഗാനം കേട്ടിട്ടുണ്ട്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രിമിറ്റി ഇറ്റ് ആസ്റ്റ് എ ക്രംബ് ഓഫ് മീ. അതായത് എക്സ്ട്രീമിറ്റി എന്ന് വെച്ചാൽ അതീവ ദുരന്തം അല്ലെങ്കിൽ അതീവ കഷ്ടത എന്നാണ്. എക്സ്ട്രീം ആയിട്ടുള്ള സമയത്ത് പോലും, ക്രംബ് മീൻസ് എ പീസ് എന്നുള്ള ഒരു മീനിങ് ആണ്. എൻ്റെ സമാധാനത്തിൻ്റെ ഒരു തരിമ്പ് പോലും ആ പക്ഷി അല്ലെങ്കിൽ എടുത്തിട്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമ്മളിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടേയില്ല. ഒന്നും ആഗ്രഹിക്കാതെയാണ് പ്രതീക്ഷ നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം. പ്രത്യാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സൗജന്യമായി സഹായിക്കുന്ന ഒന്നാണ്. ഒന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാതെ, ഒരു ബേർഡ് നമ്മളിൽ നിന്ന് ഒരു ബ്രെഡിൻ്റെ പീസ് പോലും ആഗ്രഹിക്കാതെയാണ് പാട്ട് പാടിത്തരുന്നത്. അതേപോലെയാണ് പ്രതീക്ഷ അല്ലെങ്കിൽ സമാധാനം എന്നത്. അതും നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം. വളരെ ചെറിയൊരു പോയമാണ്. പ്രതീക്ഷയെ ഒരു ചെറിയ ബേർഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് സെഷനിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദ പോയം? ഹോപ്പ് ഈ പോയത്തിൽ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതീക്ഷ. ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ബേർഡ് വിത്ത് ഫെദേഴ്സ്. അതായത് ഫെദേഴ്സ് ഒക്കെയുള്ള ഒരു ബേർഡുമായിട്ട്, ഒരു പക്ഷിയുമായിട്ടാണ് ഹോപ്പിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ബേർഡ് സിംബലൈസസ് ഹോപ്പ് ദാറ്റ് ഓൾവേസ് സ്റ്റേസ് വിത്ത് അസ്. ബേർഡ് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഹോപ്പ് എപ്പോഴും നമ്മളുടെ കൂടെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് ദ പോയിറ്റ് മീൻ ബൈ വേർഡ്സ് ഹോപ്പ് പെർച്ചസ് ഇൻ ദ സോൾ?
ഹോപ്പ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനുള്ളിൽ ഇങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സോൾ എന്ന് പറയുമ്പോൾ ആത്മാവ് എന്നുള്ള മീനിങ്ങാണ്, അല്ലെങ്കിൽ മൈൻഡ് എന്നുള്ള മീനിങ്ങും എടുക്കാം. പോയിന്റ് മീൻ ദാറ്റ് ഹോപ്പ് ലിവ്സ് ഇൻ അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. ഇറ്റ് ഗീവ്സ് എ സ്ട്രെങ്ത് ആൻഡ് കറേജ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. പോയറ്റ് ഉദ്ദേശിക്കുന്നത് ഹോപ്പ് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും അതിങ്ങനെ നിൽക്കും, നമുക്കത് സ്ട്രെങ്തും കറേജും ധൈര്യവും തരുന്ന ഒന്നാണെന്നാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി ഡിഫിക്കൽട്ട് ടൈംസിൽ, പ്രയാസമേറിയ സമയത്ത്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സോങ് ദാറ്റ് ദ ബേർഡ് സിങ്സ്? ബേർഡ് സിങ് ചെയ്യുന്ന, പാടുന്ന സോങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ദ ബേർഡ് സിങ്സ് വിതൗട്ട് യൂസിങ് വേർഡ്സ്. ഇറ്റ്സ് സോങ് നെവർ സ്റ്റോപ്സ്. വാക്കുകൾ യൂസ് ചെയ്യാതെയാണ് ബേർഡ് പാട്ട് പാടുന്നത്. അതുമാത്രമല്ല, ആ സോങ് ഒരിക്കലും നിൽക്കാത്ത ഒന്നുകൂടിയാണ്. ഹൗ ഇസ് ദ ബേർഡ് സോങ് ഹേർഡ് ഇൻ ദ ഗെയിൽ? ഗെയിലിൽ എങ്ങനെയാണ് ഈ ഒരു ബേർഡിൻ്റെ സോങ് കേൾക്കുന്നത്? ഗെയിൽ എന്ന് വെച്ചാൽ സ്റ്റോം എന്നുള്ള മീനിങ് ആണ്, കൊടുങ്കാറ്റ് എന്നുള്ള മീനിങ് ആണ്. ബേർഡ് സോങ് ഇസ് ഹേർഡ് ഈവൻ ഡ്യൂറിങ് എ സ്റ്റോം. ഒരു സ്റ്റോമിൻ്റെ സമയത്ത് കൂടി, ഒരു കൊടുങ്കാറ്റിൻ്റെ സമയത്ത് കൂടി ബേർഡിൻ്റെ ഈ സോങ് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇറ്റ് സൗണ്ട്സ് ദ സ്വീറ്റസ്റ്റ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അതായത് ഡിഫിക്കൽട്ട് ടൈംസിൽ വളരെ സ്വീറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഒന്നാണ് ഈ സോങ്. വെർ ഹാസ് ദ പോയറ്റ് ഹേർഡ് ദ ബേർഡ് സോങ്? എവിടെയാണ് പോയറ്റ് ഈ ബേർഡിൻ്റെ സോങ് കേട്ടത്? ദ പോയറ്റ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലിയസ്റ്റ് ലാൻഡ്, ഹാസ് ഓൾസോ ഹേർഡ് ഇറ്റ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. അതായത് തണുപ്പുള്ള സ്ഥലത്തും അതുപോലെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കടലിൽ പോലും ഈ ഒരു ബേർഡിൻ്റെ സോങ് താൻ കേട്ടു എന്നാണ് പോയിട്ട് പറയുന്നത്. ഇതിനർത്ഥം എന്താണ്? വളരെ പ്രയാസമേറിയ സമയങ്ങളിൽ പോലും ഈ പ്രതീക്ഷ എന്നെ നിലനിർത്തി എന്നാണ് പോയിട്ട് പറയുന്നത്. വാട്ട് ഡു ദ ചില്ലിയസ്റ്റ് ലാൻഡ് ആൻഡ് സ്ട്രേഞ്ച് സീ റെപ്രസെൻറ്റ്? ചില്ലിയസ്റ്റ് ലാൻഡും സ്ട്രേഞ്ചസ്റ്റ് സീയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദേ റെപ്രസെൻറ്റ് ഹാർഡ്ഷിപ്സ് ആൻഡ് ചാലഞ്ചസ് ഇൻ ലൈഫ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടതകളുമാണ്. ദേ റിമൈൻഡ് us that hope remains even in difficult situations. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? പ്രതീക്ഷ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നമ്മളുടെ കൂടെ നിൽക്കുമെന്നാണ്. ഇനി ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്നുള്ള സെഷനിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. വാട്ട് ഡസ് ദ സ്റ്റോം ഇൻഡിക്കേറ്റ് ഇൻ ദ പോയം? സ്റ്റോം ഈ പോയത്തിലൂടെ എന്താണ് കാണിക്കുന്നത്? ദ സ്റ്റോം ഇൻഡിക്കേറ്റ്സ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഡിഫിക്കൽട്ടീസും ഹാർഡ്ഷിപ്സുമാണ് സ്റ്റോം ശരിക്കും കാണിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പ്രോബ്ലംസ് പീപ്പിൾ ഫേസ്. പീപ്പിൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, പ്രയാസങ്ങളാണ് ഇതിലൂടെ പോയറ്റ് കാണിക്കുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ലൈൻസ് നെവർ ഇൻ ദ എക്സ്ട്രിമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ? ഈ ഒരു ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രയാസത്തിൻ്റെ സമയത്ത് പോലും എന്നിൽ നിന്ന് ഒരു തരി പോലും അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോപ്പ് ഓൾവേസ് ഹെൽപ്സ് us ഇൻ ടൈംസ് ഓഫ് നീഡ്. പ്രതീക്ഷ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രയാസമുള്ളപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ പ്രതീക്ഷ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് നെവർ ആസ്ക്സ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. ഹോപ്പ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, നമ്മളിൽ നിന്നതൊന്നും ആവശ്യപ്പെടുകയുമില്ല. അതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ഇമേജസ് ഓഫ് ദ ബേർഡ് ആൻഡ് ദ സ്റ്റോം ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ പോയം? ബേർഡിൻ്റെ ഇമേജും സ്റ്റോമിൻ്റെ ഇമേജും ഈ ഒരു പോയത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ബേർഡ് റെപ്രസെൻറ്റ്സ് ഹോപ്പ് വൈൽ സ്റ്റോം റെപ്രസെൻറ്റ്സ് ഡിഫിക്കൽട്ടീസ്. ബേർഡ് ഹോപ്പിനെയാണ് ഈ ഒരു പോയത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റോം ഡിഫിക്കൽട്ടീസിനെ, പ്രയാസത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടുഗദർ ദേ ഷോ ദാറ്റ് ഹോപ്പ് റിമെയിൻസ് സ്ട്രോങ് ഈവൻ ഡ്യൂറിങ് ഹാർഡ് ടൈംസ്. ഇത് ഒന്നിച്ച് നമ്മളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷ നമ്മുടെ പ്രയാസമേറിയ സമയങ്ങൾ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.